തീരെ മെലിഞ്ഞ ശരീരമുള്ളവർ എന്ത് കഴിച്ചാലും അത് അവരുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെ ചെയ്താലും അവരുടെ ശരീരം ഒരിക്കലും മസിലുള്ളതാകില്ല എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വില്യം ഹെർബർട്ട് ഷെൽഡൻ എന്ന ശാസ്ത്രജ്ഞൻ 1940 വ്യക്തികളുടെ ശരീരം വ്യത്യസ്തമാണ്, അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം അവരുടെ ശരീരത്തിൽ വ്യത്യസ്ത തോതുകളിലാണ് അബ്സോർബ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അദ്ദേഹം പ്രധാനമായും 3 തരത്തിലുള്ള ബോഡി ടൈപ്സ് ആണ് കണ്ടുപിടിച്ചത്. ഒന്നാമത്തേത് വളരെ വേഗത്തിൽ ഭാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതും എന്നാൽ അത്ര പെട്ടെന്ന് ഭാരം കുറയ്ക്കാൻ സാധിക്കാത്തതുമായ ശരീരപ്രകൃതം. രണ്ടാമത്തേത് വളരെ എളുപ്പത്തിൽ ഭാരം വർദ്ധിപ്പിക്കാനും കുറയ്ക്കാനും സാധിക്കുന്ന ശരീരം. മൂന്നാമത്തെ തരത്തിലുള്ളതാണ് ഭാരം കുറയ്ക്കാൻ വളരെയധികം എളുപ്പവും എന്നാൽ അത് വർദ്ധിപ്പിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതുമായ ബോഡി ടൈപ്പ്. എല്ലായ്പ്പോഴും എന്ത് ചെയ്താലും നിങ്ങളുടെ ശരീരം മെലിഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ തരത്തിൽപ്പെട്ട ശരീരപ്രകൃതമുള്ള വ്യക്തിയാവാനാണ് സാധ്യത. ശാസ്ത്രീയമായി അതിനെ എക്ടോമോർഫിക് ബോഡി ടൈപ്പ് എന്ന് പറയുന്നു. എന്നാൽ ഇനി പറയാൻ പോകുന്ന 3 സ്റ്റെപ്സ് കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾക്കും ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എഫക്റ്റ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളവരുടെ ശരീരത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നതിന്റെ കാരണമാണ്. ഇത്തരത്തിലുള്ളവരുടെ ബോഡി മെറ്റബോളിസം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള ഭാരം അവരുടെ ശരീരത്തിൽ കാണാൻ സാധിക്കാത്തത്. ഇനി ഈ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും കോശങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്രെയിനിലേക്ക് സിഗ്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതുപോലെ ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങി ശരീരത്തിന്റെ പ്രധാനപ്പെട്ട പല ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഊർജം നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. ഓരോതരം വണ്ടികൾക്കും ഒരേ ദൂരം പോകുവാനായി വ്യത്യസ്ത അളവുകളിലുള്ള പെട്രോളാണ് വേണ്ടിവരുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ശരീരപ്രകൃതമുള്ളവർക്കും ആവശ്യമായ ഭക്ഷണവും. ഹെവി എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ പെട്രോൾ വേണ്ടിവരും. എന്നാൽ മനുഷ്യ ശരീരത്തിലെ കാര്യം പറയുകയാണെങ്കിൽ എക്ടോമോർഫ് ബോഡി ടൈപ്പിനാണ് ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമായി വരുന്നത്. ശരീരത്തിന് ആവശ്യമായ എനർജിയേക്കാൾ കൂടുതൽ എനർജി നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളവരുടെയും ഭാരം എളുപ്പത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഭാരം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തേതാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന വാഹനത്തിന് കൂടുതൽ പെട്രോൾ ആവശ്യമായി വരും. അതുപോലെ തന്നെയാണ് എത്രത്തോളം കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം എനർജിയും ശരീരത്തിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കും. അതിലൂടെ ശരീരത്തിൽ എനർജിയുടെ കുറവ് വരാനും സാധ്യതയുണ്ട്. ഇങ്ങനെ എനർജിയുടെ കുറവും ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഭാരം വർദ്ധിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരും. വളരെയധികം വേഗത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന കളികൾ, ഉദാഹരണത്തിന് ഓട്ടം പോലുള്ളവയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് ഭാരം വർദ്ധിപ്പിക്കുവാനായി വ്യായാമം ചെയ്യരുത് എന്നല്ല പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ വേഗത്തിൽ ചെയ്യുന്ന ചില വ്യായാമങ്ങൾ മാത്രമാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഭാരം വർദ്ധിപ്പിക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്ന ഒരു എക്സസൈസ് രീതിയാണ് മസിൽ ടാർഗറ്റിംഗ് എക്സസൈസസ്. ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നോ ജിമ്മിൽ പോയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ വളരെയധികം സ്ലോ ആയും മസിൽസിൽ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ പുതിയ മസിൽസ് ഉണ്ടായി തുടങ്ങുകയും ശരീരം കൂടുതൽ മസ്കുലറായി കാണപ്പെടുകയും ചെയ്യും. ഭാരം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആളുകൾ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റാണ് ഏതെങ്കിലും നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്നത്. രാത്രി ഉറങ്ങാൻ വൈകുന്ന ആളുകൾക്ക് രാവിലെ നേരത്തെ ഉണരുന്നതും പ്രയാസകരമായിരിക്കും. അങ്ങനെ ചിലർക്കെങ്കിലും രാവിലത്തെ ഭക്ഷണം മിസ്സായി പോകാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കുന്ന പ്രോസസ്സ് സ്ലോ ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാരം വർദ്ധിപ്പിക്കുവാനായി ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സമയത്ത് വെള്ളം കുടിക്കുന്ന രീതിയിലുള്ള മിസ്റ്റേക്സ് കാരണവും നമ്മുടെ വെയിറ്റ് കൂടാതിരിക്കാം. അതിലൊന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പവും ധാരാളം വെള്ളം കുടിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമായ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഭക്ഷണത്തോടൊപ്പം വളരെ ചെറിയ അളവിൽ മാത്രം വെള്ളം കുടിക്കുക. സാധാരണ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അവ മാറ്റിയതിനു ശേഷം നിങ്ങൾ പിന്തുടരേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ വെയിറ്റ് ഗെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില മെത്തേഡ്സിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. അതിലേറ്റവും ആദ്യത്തേതാണ് ഈറ്റിംഗ് ഫ്രീക്വൻസി. നിങ്ങളുടെ ഭാരം കൂടുമോ കുറയുമോ എന്നത് നിശ്ചയിക്കുന്നത് ഈറ്റിംഗ് ഫ്രീക്വൻസിയാണ്. അതായത് നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിലുള്ള സമയം എത്രയാണ് എന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു. അത് ബാലൻസ് ചെയ്യാനായി ശരീരം ഇൻസുലിൻ എന്നുള്ള ഒരു ഹോർമോൺ സീക്രറ്റ് ചെയ്യുന്നു. ഇതേ ഹോർമോണാണ് ഓരോ കോശങ്ങൾക്കും ആവശ്യമായ എനർജി അവിടെ എത്തിച്ചു നൽകുന്നത്. എക്ടോമോർഫിക് ബോഡി ടൈപ്പുള്ള വ്യക്തികളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വളരെയധികം കൂടുതലാണ്. അതായത് മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇവരുടെ ശരീരം പെട്ടെന്ന് തന്നെ എനർജി ഉപയോഗിച്ച് തീർക്കുന്നു.
അങ്ങനെ ശരീരത്തിലെ എനർജിയുടെ അളവ് കുറയുമ്പോൾ വീണ്ടും കഴിക്കേണ്ടതായി വരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന ഇടവേള വളരെയധികം കൂടുതലാണെങ്കിൽ ബോഡി സ്വയം എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇത് കാരണം ഭാരം വർദ്ധിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവർ 2-3 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും ആരോഗ്യകരമായത് കഴിച്ചുകൊണ്ടേയിരിക്കണം. ഭാരം വർദ്ധിപ്പിക്കാനായി ഹൈ കലോറി ഫുഡ് കഴിക്കണമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഭക്ഷണത്തിലുള്ള എനർജിയാണ് കലോറി എന്ന് പറയുന്നത്. എല്ലാ ഭക്ഷണത്തിലും ഒരേപോലെയല്ല കലോറി ഉണ്ടാവുക. ചെറിയ ഇരുമ്പ് പോളിന് വലിയ പ്ലാസ്റ്റിക് ബോളിനേക്കാൾ ഭാരമുള്ളതുപോലെ ചെറിയ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ഭക്ഷണ സാധനങ്ങളെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ കലോറി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഭാരം വർദ്ധിപ്പിക്കുന്നതിനായി ധാരാളം ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, ധാരാളം കലോറിയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. സാധാരണയായി ധാരാളം ജലാംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കലോറീസിൻ്റെ അളവ് കുറവായിരിക്കും. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഡ്രൈ ഫോമിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള കലോറീസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓയിൽ പോലുള്ള പദാർത്ഥങ്ങൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കലോറീസ് ഉള്ളവയായിരിക്കും. പച്ചക്കറികളിൽ കലോറീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ പയർ, കടല, സോയ ചങ്ക്സ് തുടങ്ങിയവയോടൊപ്പം ഇത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നോൺ വെജിലാണെങ്കിൽ ഒരു ദിവസം 2-3 വേവിച്ച മുട്ട കഴിക്കുന്നത് ധാരാളം പ്രോട്ടീൻസും കലോറീസും നൽകുന്നു. ഫ്രൂട്ട്സിൽ വാഴപ്പഴവും ഡേറ്റ്സുമാണ് കൂടുതൽ കലോറീസ് ഉള്ളവ. ഡ്രൈ ഫ്രൂട്ട്സിനോടൊപ്പം ഇവ കഴിക്കുകയാണെങ്കിൽ കലോറി ഇൻടേക്ക് വർദ്ധിക്കുന്നതാണ്. പാൽ ഒരു മീഡിയം കലോറി ഫുഡ് ഐറ്റമാണ്. എന്നാൽ മറ്റേതെങ്കിലും വസ്തുക്കളുമായി മിക്സ് ചെയ്ത് മിൽക്ക് ഷേക്കിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയാൽ വളരെയധികം കാലറിയുള്ള ഹെൽത്തി ഫുഡാണിത്. ഇനി ഏറ്റവും അവസാനത്തെ കാര്യമാണ് സപ്ലിമെൻറ്റേഷൻ. ഭാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന 5 തരം സപ്ലിമെൻറ്റ്സ് ആണുള്ളത്. നിങ്ങൾക്കത് അത്യാവശ്യമാണെങ്കിൽ ഇവയിൽ 3 ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ബാക്കി 2 ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഭാരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന ആദ്യത്തെ സപ്ലിമെൻ്റാണ് ത്രിഫല പൗഡർ. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മികച്ചതാക്കാനും സഹായിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് മാസ് ഗെയിനർ. എന്നാൽ ഇതിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെയധികം കൂടുതലായത് കാരണം ആളുകളിൽ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് കാണാൻ സാധിക്കുന്നു. നിങ്ങളത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ ശരീരത്തിൽ കലോറീസിൻ്റെ വലിയ കുറവുണ്ടാവുകയും അതിലൂടെ ഭാരം കുറയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന് പകരം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ പൗഡർ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അടുത്തതാണ് മരുന്നുകൾ. പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ന വ്യാജ പേരിൽ പലതരം മരുന്നുകളും ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. എന്നാൽ ഭാരം വർദ്ധിപ്പിക്കുവാനായി മരുന്നല്ല, പകരം നല്ല ഭക്ഷണമാണ് ആവശ്യം. ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് വളരെ വലിയ സൈഡ് എഫക്ട്സും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഉപയോഗിക്കരുത്. 5-ാമത്തേതാണ് അശ്വഗന്ധ പൗഡർ. ഭാരം വർദ്ധിപ്പിക്കുന്നതിന് പുരുഷന്മാരെ പ്രത്യേകിച്ച് സഹായിക്കുന്ന ഒന്നാണിത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെറു ചൂടുള്ള പാലിൽ 1/2 സ്പൂൺ വീതം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇവയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഇതാണ് വെയിറ്റ് ഗെയിനിന് നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ.